ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിൻ സ്ക്വാഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഡിവിഷൻ മാച്ചിനെ കുറിച്ചാണ്. ഈ ഡിവിഷൻ മാച്ചിൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇത് സ്ക്രിപ്റ്റിംഗ് ഉണ്ടോ ഇല്ലയോ. എൻ്റെ പേഴ്സണലായ ഒപ്പീനിയൻ പറയാൻ, ഞാൻ ഇപ്പോൾ ഡിവിഷൻ 1-ലാണുള്ളത്. ഇതിൽ 100% സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ, ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ 119 വിന്ന്, 79 ഡ്രോ, 78 ലോസ്. ഇതാണ് എൻ്റെ കറൻ്റ്ലി ഉള്ള സ്ക്വാഡ്. ഇത് സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില മാച്ചുകളിൽ അത് ഞാൻ റെക്കോർഡ് ചെയ്തിരുന്ന ഒരു മാച്ച്, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതിൽ ഓപ്പോണൻ്റ് ഡിവിഷൻ 2 ഓപ്പോണൻ്റാണ് എനിക്ക് വന്നത്. അതിൽ ഞാൻ മാച്ച് കളിച്ച് 17 ഷോട്ട് ഞാൻ എടുത്തു. ഓപ്പോണൻ്റ് എടുത്തത് വെറും 2 ഷോട്ടാണ്. പക്ഷേ ആ 17 ഷോട്ട് 14 സേവ് അവരുടെ ഗോൾ കീപ്പർ, അതും ഗോളെന്ന് ഉറപ്പിച്ചത് അടക്കം അവർ സേവ് ചെയ്തു. പിന്നെ ഓപ്പോണൻ്റ് ലാസ്റ്റ് എടുത്ത രണ്ടാമത്തെ ഷോട്ട് അത് നമ്മുടെ ഡിഫൻഡറുടെ ദേഹത്ത് തട്ടി, വാൻ ഡൈക്കിൻ്റെ ദേഹത്ത് തട്ടി ഡിഫ്ലക്റ്റായി ഗോളാവുകയും അവർ കളി ജയിക്കുകയും ചെയ്തു. ആ കളിയിലുടനീളം ആധിപത്യം നമുക്കാണെങ്കിലും, സ്ക്രിപ്റ്റിങ്ങിൽ അവരെന്താണോ ആദ്യം അവർ ആര് ജയിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ആ സ്ക്രിപ്റ്റിങ് 100% അങ്ങനെ തന്നെ കളി തീരുമ്പോൾ വരികയും ചെയ്യും. പിന്നെ പറയാനുള്ള കാര്യമാണെങ്കിൽ, നമുക്ക് എത്ര സ്ക്വാഡാണെങ്കിലും, പേ ടു വിൻ ആണെങ്കിലും, ഫ്രീ പ്ലെയറിനെ വെച്ചാൽ കളിക്കുന്നതെങ്കിലും എല്ലാം നമുക്ക് ഈ സ്ക്രിപ്റ്റിങ് ബാധകമാണ്. എൻ്റെ സ്ക്വാഡിൽ അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഉണ്ട്, കാണാമല്ലോ. അത്യാവശ്യം നല്ല സ്ക്വാഡ് സ്ട്രെങ്ത് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ചിട്ടേക്കുന്നത് ഓട്ടോമാറ്റിക് അടിക്കുകയാണെങ്കിൽ 3300 സംതിങ് വരുന്നുണ്ട്. എന്നിരുന്നാലും അതുകൊണ്ട് കാര്യമില്ല, സ്ക്രിപ്റ്റിംഗ് എല്ലാവർക്കും ബാധകമാണ്. അതാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ എപ്പോഴും തന്നെ ഞാൻ ഡിവിഷൻ 1-ലെത്തുന്നതാണ്, പക്ഷേ പിന്നീട് അങ്ങോട്ട് റാങ്ക് പുഷൊന്നും ചെയ്യാറില്ല. എന്നിരുന്നാലും ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞത് 100% ഗെയിമിൽ ഉള്ള ഒരു കാര്യമാണെന്ന് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താ അറിയില്ല. എനിക്ക് അങ്ങനെ പല മാച്ചുകളിലും ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാ ഡിവിഷനിലും ഞാൻ അത്യാവശ്യം കളിക്കുന്നതാണ്. റാങ്ക് പുഷ് ചെയ്യാറില്ല, പക്ഷേ ഡിവിഷൻ 1-ൽ എങ്ങനെയാണല്ലോ എത്താറുണ്ട്. ഇത് നോക്കിയാൽ തന്നെ നമുക്കറിയാമല്ലോ, എല്ലാത്തിലും തന്നെ ഞാൻ എത്താറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് നമ്മൾ ഈ ഗെയിം തന്നെ ചിലപ്പോൾ കണ്ടിന്യൂ ആയിട്ട് 1 2 3 4 5 6 7 7 ഓൾറെഡി ഡിവിഷൻ 1 കയറിയിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും കയറിയിട്ടുണ്ട്. അതിന് ശേഷം റാങ്ക് പുഷ് ചെയ്യാറില്ല, സമയം കിട്ടാറില്ല. പക്ഷേ എന്നിരുന്നാലും ഈ പേ ടു വിൻ എല്ലാവർക്കും ധാരണയുണ്ട്. പേ ടു വിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പേയ്മെൻറ്റ് ചെയ്ത് അങ്ങനെ കളിക്കുന്നവർക്കൊക്കെ എല്ലാം ഗെയിം ജയിക്കും, അങ്ങനെ കൊണാമി ചെയ്തേക്കുന്ന ട്രിക്കാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെയാണ്. ചെറിയ സ്ക്വാഡ്, നമ്മുടെ സ്ട്രെങ്ത് ഒന്നും നോക്കണ്ട. ചിലപ്പോൾ നെറ്റ്വർക്ക് എറർ പറയാറുണ്ട്, അതിപ്പോൾ ഓപ്പോണിൻ്റെ ഭാഗത്താവാം, ചിലപ്പോൾ കൊണാമി തന്നെ ചെയ്യുന്നതാവാം. അവർ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കളി തുടങ്ങുന്ന മുന്നേ ആര് ജയിക്കണം എന്ന് അവർ അതിൽ തീരുമാനിച്ചിരിക്കും. അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. നല്ല സ്ക്വാഡുണ്ടായിട്ട് കാര്യമില്ല, വെറും സില്ലി ആയിട്ടുള്ള സ്ക്വാഡ് വന്നിട്ട്, അതായത് നോർമൽ സ്റ്റാൻഡേർഡ് പ്ലെയർ വെച്ചിട്ട് വരുന്ന സ്ക്വാഡാണെങ്കിലും ഓപ്പോണൻ്റ് സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ കളി തോക്ക് 100% ഷുവറാണ്. എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതുവരെയുള്ള ഒരുപാട് കളിച്ച് അങ്ങനെ പരിചയം കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണിത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണിത്. അപ്പോൾ നമുക്ക് ഒരു അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.